ശക്തമായ രൂപത്തിൽ രാജ്യത്തെ സ്നേഹിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയും പുലർത്തേണ്ടത് എന്ന് ഇങ്ങനെ ചില വേറിട്ട വ്യക്തിത്വങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരും. അതൊക്കെ വേറിട്ട കാഴ്ചകളാണ് കേട്ടോ. എപ്പോഴും ഒരുപക്ഷെ നമുക്കതൊന്നും കാണാൻ പറ്റിയെന്ന് വരില്ല. കാരണം നമ്മുടെ രാജ്യത്തെ ഞാൻ പറഞ്ഞില്ലേ, ED-യെ, NIA-യെ, IB-യെ, CRPF-നെ ആരെ വിശ്വസിക്കണമെന്നറിയില്ല. കൂട്ടത്തിൽ ഒരാൾ ചെയ്താൽ എല്ലാവരും അതിൻ്റെ പഴി കേൾക്കേണ്ടി വരുമല്ലോ. ഇപ്പം നമ്മുടെ ജഡ്ജ് പറഞ്ഞ മാപ്പ് കേട്ടില്ലേ? അതാണ് വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു ഗതികേടിലേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നത്. എത്ര ലേലുവല്ലി പറഞ്ഞിരുന്നാലും ശരി, ചെയ്ത തെറ്റിന്റെ ഒന്നും കാഠിന്യം അത്ര പെട്ടെന്ന് കുറയില്ല. ഇവരോടൊക്കെ ഇതൊക്കെ ആരാണ് ഇനി ഒന്ന് പറഞ്ഞു കൊടുക്കുക? ഇതൊന്നും അറിയാത്തത് കൊണ്ടൊന്നും അല്ല കേട്ടോ. കമാൽ പാഷയെ പോലെ ഒരാൾക്ക് നിയമം അറിയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? സുന്നത്ത് ചെയ്യാനുള്ള ആയത്തൊന്നും ഖുർആനിലില്ല. റെനി ആരോടാ ചോദിക്കുന്ന? റെനി ഖുർആനും ഹദീസും എന്താണെന്ന് പോലും തിരിച്ചറിയാത്ത ഈ മടലുകളോട് നമ്മൾ സുന്നത്തിന്റെ ആയത്ത് വെച്ചിട്ട് വല്ല കാര്യമുണ്ട്? സുന്നത്ത് എന്ന് എത്ര തവണ ഖുർആൻ പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചു. അതൊക്കെ ഈ സുനമുറിക്കൽ സുന്നത്താണോ എന്നൊന്ന് ചോദിച്ചു നോക്ക. വേശ്യാലയം നടത്തുന്ന പഠിച്ചൊരു ചെറിയൊരു ബഹുമാനം കൊടുക്കാം. കാരണം ഈ പൊട്ടന്മാരെ ഇത്രയും പിടിച്ചു നിർത്തി ഈ സ്വർഗം കാണിച്ച് ഈ പൊട്ടന്മാരുടെ ആരാധനകളൊക്കെ പിടിച്ചു വാങ്ങിക്കാൻ പറ്റിയില്ല. അതൊരു കഴിവല്ലേ? ഒരു രക്ഷയില്ല കേട്ടോ. മഴ നനഞ്ഞതാണ്. സ്വന്തമായി യൂട്യൂബ് ചാനലിലൂടെ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ KM എബ്രഹാമിനെതിരെയാണ് അധിക്ഷേപ പരാമർശം നടത്തിയ ഹൈക്കോടതി മുൻ ജഡ്ജിയായിട്ടുള്ള കമാൽ പാഷയ്ക്ക് വക്കീൽ നോട്ടീസ് വന്നു. അതോടുകൂടി മാപ്പ് പറഞ്ഞ് തടിയൂരുവാണ് കക്ഷി. KM എബ്രഹാം അയച്ച വക്കീൽ നോട്ടീസിനെ തുടർന്ന് കമാൽ പാഷ വീഡിയോ പിൻവലിക്കുകയും ഖേദം പ്രകടിപ്പിച്ച് വക്കീൽ നോട്ടീസിന് മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. KM എബ്രഹാമിനെ കാട്ടുകള്ളൻ, അഴിമതി വീരൻ, കൈക്കൂലി വീരൻ തുടങ്ങിയ പരാമർശങ്ങളിലൂടെ അധിക്ഷേപിക്കുകയാണ് ഉന്നതമായ ന്യായാധിപ സ്ഥാനത്തിരുന്ന കമാൽ പാഷ ചെയ്തത് എന്ന് KM എബ്രഹാമിന്റെ വക്കീൽ നോട്ടീസിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ചാനലുകളിൽ ചർച്ചയ്ക്കെത്താറുള്ള കമാൽ പാഷ എതിരഭിപ്രായമുള്ളവരെയും രാഷ്ട്രീയ നേതാക്കളെയുമെല്ലാം രൂക്ഷമായി വിമർശിക്കുക പതിവാണ്. നേരത്തെ മുൻ മന്ത്രി KK ശൈലജ ടീച്ചർക്കെതിരെയും സമാനമായ രീതിയിലുള്ള അധിക്ഷേപവും മാപ്പ് പറച്ചിലും നടത്തിയിട്ടുണ്ട് കക്ഷി. വടകര ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സമയത്ത് ശൈലജ ടീച്ചറെ കമാൽ പാഷ അധിക്ഷേപിച്ചു. KK ശൈലജ പുലിവാലു പിടിക്കും, ഷാഫി പറമ്പലിന് ലക്ഷ്യം വെച്ചത് തിരിച്ചടിച്ചു എന്ന തലക്കെട്ടിൽ ഒരു യൂട്യൂബ് ചാനലില് ഏപ്രിൽ 23 പ്രസിദ്ധീകരിച്ച വീഡിയോയ്ക്കെതിരെ ശൈലജ ടീച്ചറാണ് ഇദ്ദേഹത്തിന് വക്കീൽ നോട്ടീസ് അയച്ചത്. ഇവിടെ മുൻ ജഡ്ജി ഖേദപ്രകടനവുമായി എത്തി. വീഡിയോയുടെ തലക്കെട്ട് താൻ പറഞ്ഞതല്ല എന്നും UDF-ന് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ലെന്നും കമാൽ പാഷ ഖേദപ്രകടനത്തിൽ പറഞ്ഞു. താൻ നടത്തിയ പ്രതികരണം കാരണം KK ശൈലജയ്ക്ക് മനോവേദനയുണ്ടായെങ്കിൽ അതിൽ വിഷമമുണ്ടെന്നും കമാൽ പാഷ പറഞ്ഞു മാപ്പ് പറഞ്ഞ് രംഗത്ത് വന്നു. ചാനലുകളിൽ സ്ഥിരം അതിഥികളിൽ ഒരാളായിട്ടുള്ള കമാൽ പാഷയുടെ മുമ്പും പിമ്പും നോക്കാതെയുള്ള പരാമർശങ്ങൾ ഉന്നത സ്ഥാനത്തിരുന്ന ഒരാൾക്ക് ചേർന്നതല്ല.
മുൻ ജഡ്ജിയുടെ അടിക്കടി ഉണ്ടാകുന്ന അധിക്ഷേപവും മാപ്പ് പറച്ചിലും മലയാളികൾക്കൊരു നാണക്കേട് തന്നെയല്ലേ. വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥരടക്കം സകലമാന ആളുകളും യൂട്യൂബ് ചാനൽ തുടങ്ങി സർവീസിലെ ദുരനുഭവങ്ങൾ തുറന്നു പറയുന്നത് പതിവാണ്. ജഡ്ജിമാരിൽ കമാൽ പാഷ അതിന്റെ തുടക്കക്കാരനാണ്. സമകാലിക വിഷയങ്ങളെ കുറിച്ച് പ്രതികരിക്കാൻ ഇക്കഴിഞ്ഞ ഫെബ്രുവരി 5-ാം തീയതിയാണ് അദ്ദേഹം ഒരു ചാനൽ തുടങ്ങുന്നത്. ന്യായാധിപനായിരിക്കെ തന്നെ വ്യവസ്ഥാപിത രീതി വിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞത് ചർച്ചയായിട്ടുമുണ്ട്. സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയാകണം എന്ന തത്വം പറഞ്ഞാണ് വിവാദമായിട്ടുള്ള ബാർ കോഴ കേസിൽ KM മാണിക്ക് തിരിച്ചടിയായതും അദ്ദേഹത്തിന്റെ രാജിയിലേക്ക് എത്തിയതും. ഇതടക്കം പല പരാമർശങ്ങളും ഗാലറിയുടെ കയ്യടി പ്രതീക്ഷിച്ചിട്ടാണ് എന്ന ആക്ഷേപവും ഉയർന്നു വന്നിട്ടുണ്ട്. 2018 ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ചതു മുതൽ കേരളത്തിലെ ഏതാണ്ട് എല്ലാ പ്രശ്നങ്ങളിലും മാധ്യമങ്ങളിലൂടെ അദ്ദേഹം പ്രതികരിക്കാറുണ്ട്. ഇതെല്ലാം സാമാന്യം ആളുകളെ ആകർഷിക്കുന്നുമുണ്ട് എന്ന തിരിച്ചറിവിലാണ് സ്വന്തമായി ഒരു മാധ്യമം എന്ന് കണക്കുകൂട്ടി 2 മാസം മുമ്പ് ജസ്റ്റിസ് കമാൽ പാഷ വോയിസ് എന്ന ഒരു ചാനൽ തുടങ്ങുന്നത്. എന്നാൽ തുടക്കത്തിലെ കല്ല് കടിച്ച സ്ഥിതിയാണ് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നത്. മുൻ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള KM എബ്രഹാമിനെതിരെ നടത്തിയ ഇപ്പോഴത്തെ പരാമർശമാണ് ഇദ്ദേഹത്തിന് പണി വാങ്ങിച്ചു കൊടുത്തത്. എബ്രഹാമിന്റെ സ്വത്ത് സമ്പാദനം CBI അന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടതിന് പിന്നാലെ അദ്ദേഹത്തെ കാട്ടുകള്ളനെന്നും കൈക്കൂലി വീരനെന്നും ഒക്കെ ചാനലിലൂടെ വിളിച്ചതാണ് പണി വാങ്ങിച്ചത്. ഏപ്രിൽ 11-20 തീയതികളിൽ അപ്ലോഡ് ചെയ്ത 2 വീഡിയോകൾക്കെതിരെ KM എബ്രഹാം വക്കീൽ നോട്ടീസ് അയച്ചു. അതോടെ 2 വീഡിയോയും ഇദ്ദേഹം നീക്കം ചെയ്തു. എന്നാൽ അതുകൊണ്ട് വിഷയം തീരില്ല എന്നാണ് ഉറപ്പ്. കമാൽ പാഷ പരസ്യമായി മാപ്പ് പറയണമെന്നും പ്രധാന പത്രങ്ങളെല്ലാം മാപ്പപേക്ഷ പ്രസിദ്ധീകരിക്കണമെന്നും KM എബ്രഹാം ആവശ്യപ്പെടുന്നുണ്ട്. ഇതിന് കമാൽ പാഷയ്ക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. ഇല്ലാത്ത പക്ഷം 2 കോടി രൂപ നഷ്ടപരിഹാരം നൽകേണ്ടി വരുമെന്നും മാനനഷ്ട കേസ് നൽകുമെന്നും വക്കീൽ നോട്ടീസിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത് ഒഴിവാക്കാൻ നിരുപാധികം മാപ്പപേക്ഷിച്ച് മറുപടി നൽകിയിരിക്കുകയാണ് കമാൽ പാഷ. എബ്രഹാമിനോട് തനിക്ക് ഒരു വൈരാഗ്യവുമില്ല. കേട്ടറിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അഴിമതിക്കാരനാണ് എന്ന് കരുതിപ്പോയി. എന്നാൽ അത് പരസ്യമായി പറയുമ്പോൾ ഉണ്ടാകാനിടയുള്ള അനന്തര ഫലങ്ങൾ തിരിച്ചറിയുന്നതിൽ താൻ പരാജയപ്പെട്ടു. എബ്രഹാമിനെതിരെ കോടതി ഒരു കണ്ടെത്തലും നടത്തിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ താൻ അങ്ങനെയൊന്നും അഭിപ്രായം പറയാൻ പാടില്ലായിരുന്നു. സുപ്രീം കോടതിയുടെ സ്റ്റേ വന്ന ശേഷമാണെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമായിരുന്നില്ല. വീഡിയോ ഡിലീറ്റ് ചെയ്തെന്നും സംഭവത്തിൽ തനിക്ക് അതിയായ ഖേദമുണ്ടെന്നും അത് സ്വീകരിച്ച് തുടർ നടപടി ഒഴിവാക്കണമെന്നും നോട്ടീസിനുള്ള മറുപടിയിൽ അഭ്യർത്ഥിച്ചിരിക്കുകയാണ് കമാൽ പാഷ. ഏതൊരു കാര്യവും വ്യക്തമായി അറിഞ്ഞു മനസ്സിലാക്കി സംസാരിക്കണമെന്ന് ആ സ്ഥാനത്തിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം കൂടുതൽ മനസ്സിലാക്കേണ്ടതായിരുന്നു. നന്ദി.